എന്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവ്മെന്റ്സിൽ ഒരു കാര്യം എന്ന് പറയുന്നത് തലപതി മൂവീസ് തന്നെയാണ്. ആ ഒരു തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കുന്നതും ആ ഒരു ഫാൻ ഷോയും ആ ഒരു ഓർമ്മച്ച കാലം തൊട്ട് തലപതിനെ കാണുന്നതാണ് ഞാൻ. ഇനിയിപ്പോൾ എത്ര പൊട്ടപ്പടം വന്നാലും നമ്മൾ തലപതി ഫാൻ, അതിൽ ഒരു മാറ്റവും ഇല്ല. എന്നും പറഞ്ഞ് മറ്റുള്ള ആക്ടേഴ്സിന് ഇഷ്ടമില്ല എന്നല്ല, പക്ഷെ തലപതി വിജയന് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരെക്കാളും കുറച്ച് ഇഷ്ടം കൂടുതലാണ്. തലപതിയുടെ സെക്കൻഡ് ലാസ്റ്റ് മൂവിയാണ്. ഇതിന് ശേഷം ബ്രേക്ക് എടുക്കാൻ പോകുന്നത് പൊളിറ്റിക്സിലാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു ടൈമിൽ വരുന്നൊരു മൂവിയാണ്. സോ ഇനിയൊരു മൂവി ഉണ്ട്, എച്ച് വിനോദാണ് ഡയറക്ട് ചെയ്യുന്നത്. ആസ് ഒരു തലപതി ഫാനായിട്ട് പറയുകയാണെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ആയാലും സോങ്സ് ആയാലും രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പോസ്റ്റേഴ്സ് ഒന്നും ഒരു എന്താ പറയുക, ഒരു ഗൂസ് ബംസോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു. റീസെന്റ് വന്ന ഒരു പോസ്റ്റർ ഏതുണ്ടായിരുന്നു, രണ്ടെണ്ണം, അത് കുറച്ച് കൊള്ളാം, അടിപൊളിയായിരുന്നു. ആൻഡ് പാട്ടിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അതൊക്കെ എത്ര ശ്രമിച്ചിട്ടും ഒരു വൈബ് സെറ്റ് ചെയ്യാൻ പറ്റാത്ത സോങ്സ് ആയിരുന്നു. സോ അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചു ട്രെയിലർ വരുമ്പോൾ അടിപൊളിയായിരിക്കും, ട്രെയിലർ വേറെ ലെവലായിരിക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ട്രെയിലർ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഓക്കെയാണ്, ഒരു അടിപൊളിയായിരുന്നു. ഒരു സ്പൈ ഏജന്റ് അല്ലെങ്കിൽ ഒരു സൈഫൈ ആക്ഷൻ മൂവി എന്ന തീമാണ്. ആ ഒരു ട്രെയിലറിൽ അധികം ഒന്നും റിവീൽ ചെയ്യുന്നില്ല. ഒരു തലപതി തന്നെ ഒരുപാട് ക്യാരക്ടർ ഷെയ്ഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ മകനായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലാതെ ഒരു ഡി ഏജിന്റെ വേറൊരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് വരുന്ന ഗില്ലി റെഫറൻസിലൊന്ന് കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം റിവീൽ ചെയ്തിട്ടില്ല എന്താണ് ക്യാരക്ടേഴ്സ്. അച്ഛൻ മകൻ കോമ്പോ അറിയാം, അത് മനസ്സിലായി. ബാക്കിയുള്ള രണ്ടുമൂന്ന് ക്യാരക്ടേഴ്സ് രണ്ടുമൂന്ന് ഷെയ്ഡൊക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും അത്ര ക്ലിയർ അല്ല. സോ എന്തായാലും അതൊക്കെ തിയേറ്ററിൽ വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഡയറക്ടർ വെങ്കട് പ്രഭു ആണ്. സോ വെങ്കട് പ്രഭുവിന്റെ മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു അടിപൊളി വൈബാണ് പുള്ളിക്കാരന്റെ മൂവീസ് എന്ന് പറയുന്നത്. മാനാടായാലും മങ്കാത്ത ആയാലും അല്ലെങ്കിൽ ചെന്നൈ ആയാലും സരോജ ആയാലും എല്ലാം ആ ഒരു ഭയങ്കര വൈബായിരിക്കും. സോ ട്രെയിലർ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞൊരു ചിലപ്പോൾ സിനിമ ഇങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല, വേറെ ലെവലായിരിക്കും മൂവി എന്ന് പറയുന്നത്. ആൻഡ് തലപതിയുടെ ബ്രേക്കിന് മുമ്പുള്ള ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ ആൻഡ് ഫുൾ തലപതി റെഫറൻസ് ഉണ്ട്. ഇപ്പം ആ ഒരു ട്രെയിലറിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മൂവീസിന് ഇപ്പൊ ഗില്ലിയുടെ കാണിക്കുന്നുണ്ട്, പിന്നീട് ലാസ്റ്റ് വരുന്ന ഐ ആം വെയിറ്റിംഗ്, തുപ്പാക്കി. സോ അങ്ങനെ ഒരുപാടുണ്ട്. ആൻഡ് വെങ്കട് പ്രഭുവിന്റെ തന്നെ ഒരുപാട് റെഫറൻസ് വരുന്നുണ്ട്, മങ്കാത്ത വരുന്നുണ്ട്. ആൻഡ് ചെന്നൈ സൂപ്പർ കിങ്സ് ഓഫ് കോഴ്സ് വെങ്കട് പ്രഭു ആണ്. സോ ചെന്നൈ വിട്ടുള്ളൊരു കളിയില്ല. ആൻഡ് ആ ഒരു ചെന്നൈ പോർഷൻസ് അല്ലെങ്കിൽ ആ ഒരു തലപതി ഇങ്ങനെ ബൈക്കിൽ പോകുന്നതും ആ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കുറെ ആൾക്കാർ നിൽക്കുന്ന സ്റ്റേഡിയം ഒക്കെ നമ്മളെ ഗ്രീൻ ഫീൽഡ് ആണ് ട്രിവാൻഡ്രത്ത്. സോ അന്നത്തെ ആ ഒരു 4 ദിവസം തലപതി ഇവിടെ വന്ന് നിന്നപ്പോൾ, 6 ദിവസം ഇവിടെ വന്ന് നിന്നപ്പോൾ പോയി കണ്ടായിരുന്നു. എന്റെ മോനെ അതൊക്കെ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും അടുത്ത് വെച്ചിട്ട്, തൊട്ടടുത്തൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു കുറച്ച് ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ, അടുത്തൊക്കെ കാണാൻ പറ്റി. അതൊക്കെ വൺ ഓഫ് ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു. ആൻഡ് ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് വർക്കാവാത്ത ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഇപ്പം തലപതിയുടെ ക്യാരക്ടർ തന്നെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പക്ഷെ ഡി ഏജിംഗ് ആയിട്ട് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയാൽ കൊള്ളാമായിരുന്നു. കാരണം ആ ഒരു ഫേഷ്യലും കാര്യങ്ങളൊക്കെ, കാരണം ഒരുപാട് പൈസ ഇറക്കി ന്യൂയോർക്കിലൊക്കെ പോയി ചെയ്തതാണ്. സോ ഇവിടെ ഷാറൂഖ് ഖാന്റെ ഒരു മൂവി ഉണ്ടല്ലോ ഫാൻ, അത് റെഡ് ചില്ലീസാണ് ചെയ്തത്. അത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളായിട്ട് കാണിക്കുന്നത് വിത്തിൻ സെക്കൻഡ്സ് ഒക്കെ. അതൊക്കെ ഒരുപാട് ട്രോളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത് തലപതിയുടെ ആക്ച്വൽ കുട്ടികളുടെ ഫോട്ടോയായിട്ടൊക്കെ റെഫറൻസ് ചെയ്യുമ്പോൾ പക്കാ സെയിം ആണ് കേട്ടോ. അതൊക്കെ അടിപൊളിയായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെടും. ആ ഒരു സാധനമൊക്കെ കൊള്ളാം, ഇല്ല എന്നല്ല. ചിലപ്പോൾ ട്രെയിലറൊക്കെ കാണുന്ന പോലെ ആയിരിക്കത്തില്ല, സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് വർക്കാവാത്ത പലതുമായിരിക്കും. ചിലപ്പോൾ തിയേറ്ററിലൊക്കെ വേറെ ലെവൽ ഓഫ് ഗൂസ് ബംസ് ആയിരുന്നു. ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം വെങ്കട് പ്രഭു ആണ്. പുള്ളിക്കാരന്റെ സ്റ്റൈലൊക്കെ വെച്ചിട്ട് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആവാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് ഇതിന്റെ ഒരു റൂമറായിട്ട് ഞാൻ കേട്ടൊരു കാര്യമാണ്, ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് മോസ്കോയിൽ പണ്ടൊരു ഏജൻസി, സ്പൈ ഏജൻസ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരൊരു മിഷന് പോയപ്പോൾ അവർ മിഷൻ ഫെയിൽ ആയിട്ട് പിന്നീട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ആയി, പിന്നീട് കുറെ പ്രശ്നങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വന്നു. സോ അങ്ങനത്തെ കുറച്ച് ഏജൻസിന്റെ സ്റ്റോറിയാണ് സംസാരിക്കുന്ന ഈ ഒരു മൂവി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത് തോന്നുന്നുണ്ട് കേട്ടോ, അങ്ങനെ ആവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇതിലും അങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. സോ എന്തായാലും ഒന്നും അറിയത്തില്ല, ട്രെയിലറിൽ അധികം ഒന്നും റിവീൽ ചെയ്യുന്നില്ല. സെപ്റ്റംബർ 5 ആകുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ശരിക്കും ഗോഡ് എന്നുള്ള കാര്യം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദ മൂവി ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയൊരു മൂവി കഴിഞ്ഞാൽ തലപതി ബ്രേക്ക് എടുക്കുവാണ്, സിനിമയിലില്ല, പൊളിറ്റിക്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു പണ്ടത്തെ ആ ഒരു തുള്ളാതെ മനം തുള്ളു അല്ലെങ്കിൽ അന്നത്തെ ആ കുറെ മൂവീസ് കണ്ടു തുടങ്ങിയ ഒരു ഇഷ്ടമാണ്. ഇന്നും ആ ഒരു ഇഷ്ടം അതുപോലെ നിൽപ്പുണ്ട്. ആ ഒരു മനുഷ്യൻ സിനിമയൊക്കെ നിർത്തി പോകുന്നു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ തലപതി ഫിലിം എന്ന് പറയുമ്പോൾ നമ്മൾ ആ തിയേറ്ററിൽ പോയിട്ട് ആ ഒരു ഫാൻ ഷോ എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഫുള്ള് പാട്ടും വിസിലും ക്ലാപ്പും വൈബും. എൻ്റെ മോനെ അതൊക്കെ രസമാണ്. അതൊക്കെ മിസ് ചെയ്യാൻ പോകുന്നു കേൾക്കുമ്പോൾ ഒരു വിഷമം. കാരണം ഇനി ഇത് കഴിഞ്ഞ ഒരു മൂവി അതും കൂടി ആകുമ്പോൾ അറിയത്തില്ല എന്താണെന്നുള്ള അവസ്ഥ. ചിലപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്രേക്കൊക്കെ മാറ്റിയിട്ട് വന്ന് അടുത്തൊരു മൂവി ചെയ്യുവാണെങ്കിൽ പൊളിക്കും. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്കൊക്കെ മാറ്റിയിട്ട് ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഒരു മൂവിയൊക്കെ ചെയ്ത് പിന്നീട് ബ്രേക്ക് എടുത്ത് അതാണെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ല ത്രൂ ഔട്ട് ദ ബ്രേക്ക് എടുക്കേണ്ടതെന്നാണ് എൻ്റെ മനസ്സിൽ. കാരണം ഇപ്പം ആ ഒരു മൂവി കഴിഞ്ഞു, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഒരു മൂവി, അങ്ങനെയൊക്കെ ഇപ്പം വർഷത്തിൽ ഒരു മൂവി ഇപ്പോൾ ഉള്ളൂ ശരിക്കും. അത് 2 വർഷം 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു മൂവി ചെയ്യുക, അങ്ങനെയാണെങ്കിൽ കുറച്ച് അടിപൊളിയായിരിക്കും. സോ എന്തായാലും വെയിറ്റിംഗ് ആണ് മൂവി കാണാനായിട്ട്. ഒരുപാട് കിടിലം തലപതി റെഫറൻസും ഒരുപാട് കിടിലം വെങ്കട് പ്രഭു റെഫറൻസ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ, സോ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും. ഇപ്പോൾ പ്രശാന്തായാലും പ്രഭുദേവായാലും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയത്തില്ല, പക്ഷെ പണ്ടത്തെ 90s കിഡ്സിനൊക്കെ അറിയാം, എന്നെ പോലെയുള്ളവർക്ക്. കാരണം അവർക്ക് അന്നത്തെ കിടിലംസ് ഒക്കെ ആയിരുന്നു ഒരു കാലത്ത്. ആൻഡ് പിന്നീടുള്ള ഒരു കാര്യം, ഒരുപാട് റൂമേഴ്സും ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക്. ഒരുപാട് എന്താ പറയാ, ക്യാമിയോ റോൾസ് ആയിട്ട് ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ടെന്ന റൂമേഴ്സ് ഇടയ്ക്ക് കേട്ടായിരുന്നു. ആരാന്നും അറിയത്തില്ല, വെങ്കട് പ്രഭു ആണ്. സോ കുറച്ചുപേര് വരും എന്ന് പറയുന്നുണ്ട്. ആൻഡ് പിന്നീടുള്ള ഒരു കാര്യം, തലപതി
തലപതി 68 ആണ്, 68 മിഷൻ ട്രെയിലറുണ്ട്. സോ അതിൽ തന്നെ കുറെ എന്തൊക്കെ ഹിഡൻ ആയിട്ടുള്ള ഫാക്ട്സ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. സോ എന്തായാലും സെപ്റ്റംബർ 5 വരെ വെയിറ്റ് ചെയ്താൽ മതി. അന്ന് മൂവി റിലീസാണ്. അന്ന് പോയി തിയേറ്ററിൽ കാണുമ്പോൾ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. ട്രെയിലർ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, വർക്കാവാത്ത കുറച്ച് പോർഷൻസ് ആയിരുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ ലിയോ എന്ന മൂവിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ എക്സൈറ്റ്മെന്റും പോസ്റ്റേഴ്സിലായാലും ആ ഒരു മൂവിയുടെ അനൗൺസ്മെന്റ് തൊട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കിട്ടിയ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊന്നും ഈ ഒരു മൂവിക്ക് പോസ്റ്റേഴ്സിലായാലും സോങ്സിലായാലും ട്രെയിലേഴ്സിലായാലും തരാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ മൂവി ഇറങ്ങുമ്പോൾ, മൂവി റിലീസ് ആകുമ്പോൾ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ പറയുന്നത് നിനക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ട്രെയിലർ കണ്ടിട്ട് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് കണ്ടിട്ട് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ സാധനങ്ങളായിരിക്കും ചിലപ്പോൾ തിയേറ്ററിലൊക്കെ വേറെ ലെവൽ ഓഫ് മറ്റേ ഓളം ഉണ്ടാക്കാൻ പോകുന്നത്. സോ എന്തായാലും വെയിറ്റിംഗ് ആണ്. സോ ട്രെയിലർ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.